ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രസിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം ഒരു ക്രമീകരിച്ച രീതിയിൽ എഴുതാൻ സാധിക്കുന്നു. അഥവാ ഒന്നിലധികം തവണ ഉപയോഗിക്കേണ്ടി വരുന്ന കോഡുകൾ ഒരു ഒറ്റ ഭാഗമായി തിരിച്ച് എഴുതുന്നതിനെ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ ഫ്ലോ ഡയഗ്രാം ആണ്. ഇതിൽ സെറ്റപ്പ്, ലൂപ്പ് എന്നിവ Arduinoയിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യമായി വരുന്ന ഫംഗ്ഷനാണ്. അതിനുശേഷം ഒന്നോ അതിലധികമോ ഫംഗ്ഷനുകൾ നമുക്ക് പ്രോഗ്രാമിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്താണ് ഫംഗ്ഷൻ എന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നോക്കാം. ഒരു പ്രോഗ്രാമിൽ ഒന്നിലധികം തവണ ഒരു കാൽക്കുലേഷനോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് ഒരു ഫംഗ്ഷനായി എഴുതുന്നു. അതിനുശേഷം എപ്പോഴാണോ അത് ആവശ്യമായി വരുന്നത് അപ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നും ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ചില ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു ക്രമീകരിച്ച രീതിയിൽ പ്രോഗ്രാം എഴുതുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കോഡുകൾ ഒരുമിച്ചാണ് ഫംഗ്ഷൻ ആയി മാറ്റി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ ഡീബഗ് ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നുള്ളൂ. അതുപോലെ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ തെറ്റുണ്ടാകാനുള്ള അവസരങ്ങൾ കുറയുന്നു. ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മുഴുവൻ പ്രോഗ്രാമിന്റെ ലെങ്ത് കുറയ്ക്കുന്നത് വഴി പ്രോഗ്രാമിന്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മോഡുലാർ ആയി എഴുതുന്നത് കൊണ്ട് മറ്റു പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കാനും എളുപ്പത്തിൽ വായിക്കാനും സാധിക്കുന്നു. ഒരു Arduino സ്കെച്ചിൽ സാധാരണ ആവശ്യമായി വരുന്ന രണ്ട് ഫംഗ്ഷനുകളാണ് സെറ്റപ്പും ലൂപ്പും. അഡീഷണൽ ആയി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകൾ ഈ രണ്ട് ബ്രാക്കറ്റുകളുടെ പുറത്ത് എഴുതി കൊടുക്കേണ്ടതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ സിന്റാക്സ് ആണ്. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, സ്റ്റേറ്റ്മെന്റ്. ഇതിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് എന്നാണ്. അതായത് അതൊരു C ഡാറ്റ ടൈപ്പ് ആയിരിക്കും, അഥവാ ഇന്റ്, ഫ്ലോട്ട്, സ്ട്രിംഗ് എന്നിങ്ങനെ. അതുപോലെ ഒരു ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെയിൻ പ്രോഗ്രാമിൽ നിന്നും നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഈ ഒരു ഐഡന്റിഫയർ ഉപയോഗിച്ചാണ്. അതുപോലെ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂകളാണ്. അതും ഒരു C ഡാറ്റ ടൈപ്പ് ആയിരിക്കും, അഥവാ ഇന്റ്, ഫ്ലോട്ട് എന്നിങ്ങനെയുള്ള ഡാറ്റ ടൈപ്പുകൾ. അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം, അഥവാ അതിന്റെ ബോഡി ഓഫ് പ്രോഗ്രാംസ് ആണ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒരു ഫംഗ്ഷൻ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന മറ്റ് ഏതൊരു ഫംഗ്ഷന്റെ വെളിയിലോ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലൂപ്പ് ഫംഗ്ഷന്റെ മുകളിലോ കീഴെയോ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ രണ്ട് രീതിയിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻസ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ വഴി. ഇത് ലൂപ്പ് ഫംഗ്ഷന് മുകളിലായിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ രീതിയിൽ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ടൈപ്പ് എന്നിവയാണ് ഒരു ഡിക്ലറേഷനിൽ ഉപയോഗിക്കുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഒരു സെമികോളനോട് കൂടിയാണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ രീതിയിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇന്റ് സം ഫങ് ബ്രാക്കറ്റിനുള്ളിൽ ഇന്റ് എക്സ്, ഇന്റ് വൈ എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിന് താഴെ ബോഡി ഓഫ് ഫംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഇന്റ് z ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്തിരിക്കുന്നു. z എന്ന വാല്യൂ ഇന്റിജർ ആയി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം z ഈക്വൽ ടു x പ്ലസ് y എന്ന് കൊടുത്തിരിക്കുന്നു. z-ലേക്ക് x പ്ലസ് y എന്നീ രണ്ട് വേരിയബിളുകൾ ആഡ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ z എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത ശേഷം z എന്ന വാല്യൂ ആണ് ഇവിടെ നിന്നും മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതിനുശേഷം വോയിഡ് സെറ്റപ്പ് അതിന്റെ സ്റ്റേറ്റ്മെന്റുകളും വരുന്നു. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ അഥവാ വോയിഡ് ലൂപ്പ് എന്ന ഫംഗ്ഷൻ വരുന്നു. അവിടെ റിസൾട്ട് ഈക്വൽ ടു 0 എന്ന് ഡിക്ലെയർ ചെയ്ത് ഇന്റിജറായി ഡിക്ലെയർ ചെയ്ത് 0 റിസൾട്ടിൽ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം റിസൾട്ട് ഈക്വൽ ടു സം ഫങ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് അവിടെ രണ്ട് ആർഗ്യുമെന്റുകൾ 5, 6 എന്നീ രണ്ട് ആർഗ്യുമെന്റുകൾ പാസ് ചെയ്യുകയാണ്. ഈ പാസ് ചെയ്ത വാല്യൂ x, y എന്നീ വേരിയബിളുകളിലേക്ക് ലോഡ് ചെയ്യുകയും അതിനുശേഷം z എന്ന ഒരു വേരിയബിളിലേക്ക് 5ഉം 6ഉം ആഡ് ചെയ്ത് 11 എന്ന് സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം z എന്ന വാല്യൂ റിട്ടേൺ ചെയ്ത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുകയും ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതിയിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓർ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. ഇത് ലൂപ്പ് ഫംഗ്ഷന് താഴെയാണ്
ഡിക്ലെയർ ചെയ്യുന്നത്. ഈ രീതിയിൽ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ടൈപ്പ്, ദ ഫംഗ്ഷൻ ബോഡി അഥവാ ഈ ഫംഗ്ഷൻ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ മെയിൻ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം എപ്പോഴാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. താഴെ കാണിച്ചിരിക്കുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ void setup, void loop എന്നീ ഫംഗ്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. void ലൂപ്പിൽ സം ഫങ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ z എന്ന വാല്യൂ ആ വേരിയബിൾ റിട്ടേൺ ചെയ്ത് മെയിൻ ലൂപ്പിലേക്ക് റിസൾട്ട് കിട്ടുന്നു. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.